സ്കൂളൊക്കെ പൂട്ടിയോണ്ട് കുറച്ച് ദിവസം മേഴത്തൂർ നിൽക്കാൻ പോയല്ലോ, അതായത് ബേബിക്കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ റിസപ്ഷൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ചെറിയമ്മ, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നത്തെ കോലത ഇങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും റെഡിയായി, മേമൊക്കെ വന്നു. ഒരു ബാംഗ്ലൂരിൽ നിന്ന് അന്നാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് അവരെത്തുമ്പോഴേക്കും റെഡി ആവാന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പം റെഡി ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നായിരുന്നു ചടപടേ എന്ന് എല്ലാവരും കൂടി റെഡിയായി. റിസപ്ഷൻ ഞങ്ങൾക്ക് ചങ്ങരംകുളത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ റിസപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കാറിൽ പോകാൻ നടിച്ചു. ഞാൻ മുന്നിലിരുന്നു കേട്ടോ, അവർ ബാക്കിലും ഇരുന്നു. എന്നിട്ട് ഇതാ ഓഡിറ്റോറിയത്തിലെത്തി. ഓഡിറ്റോറിയത്തിൻ്റെ പേരെന്താ, സനയോ അങ്ങനെ എന്തോ ആണ്, ഷൈനോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. എത്തിയിട്ട് ഈ നടക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ആരുടെയാണ് എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ അതാ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലോ, അതൊക്കെ കുടിച്ചു. നമ്മുടെ തണ്ണിമത്തനും അതുപോലെ തന്നെ പപ്പായ ജ്യൂസും ആയിരുന്നു കേട്ടോ, അതൊക്കെ കുടിച്ചു. അപ്പോൾ അതാ അമ്മയൊക്കെ ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയും അച്ഛനും ബസ്സിൽ വന്നു. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അധികം തിരക്കൊന്നും നമുക്ക് കാണാനില്ല കേട്ടോ റിസപ്ഷന്. ഞങ്ങൾ വിചാരിച്ചു ഇത്ര പേരേ ഉള്ളൂ എന്ന്, പക്ഷെ അതായിരുന്നില്ല സത്യം. ഭക്ഷണത്തിൻ്റെ സൈഡിലായിരുന്നു ആളുകളുടെ തിരക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മയും മോളും തമ്മിൽ എന്തൊക്കെയോ സംഭാഷണങ്ങൾ പറയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ബേബി അതിൻ്റെ ഇടയ്ക്ക് വേദു അതിൻ്റെ ഇടയ്ക്കൊക്കെ കൂടിയിട്ട് 4-5 ജ്യൂസ് കുടിച്ചുട്ടോ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. പിന്നെ ചെക്കനും പെണ്ണും വരാൻ തുടങ്ങി കേട്ടോ. ചെക്കനും പെണ്ണും വന്ന് 5 മിനിറ്റ് ആകുമ്പോഴേക്കും കുറേ പേര് എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. വേറെ എങ്ങോട്ടുമല്ല ഭക്ഷണം കഴിക്കാൻ, അതാണല്ലോ മുഖ്യം. അപ്പോൾ ഇത് ജെലിൻ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ റിലേറ്റീവ്സ് ആണ് കേട്ടോ. അവരുടെയാണ് റിസപ്ഷൻ ഉണ്ടായിരുന്നത്. കല്യാണം മുന്നേ കഴിഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. റിസപ്ഷൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോയിട്ടോ. നമ്മൾ വന്നു എന്ന് അറിയണമല്ലോ. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ കേട്ടോ. ഇവിടെയാണ് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് ഇരുന്നത് ഈ വെജ് സെക്ഷനിലായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ആ നഗ്നസത്യം തിരിച്ചറിഞ്ഞത് ഇത് വെജാണ് എന്ന്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയത്, നമ്മൾ വെജല്ലല്ലോ കഴിക്കണം. ജോണിൻ്റെ സൈഡിലേക്ക് പോയിട്ട് എല്ലാവരും സീറ്റ് ഉറപ്പിച്ചു കേട്ടോ. വേദുവിനൊക്കെ സീറ്റ് കിട്ടി, സമാധാനമായി. അപ്പോൾ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടോ, വേദുവിൻ്റെ കഴിപ്പ് കാണുമ്പോൾ തന്നെ അറിയാലോ, ഓരോരുത്തരുടെ പ്ലേറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നല്ല മന്തി റൈസൊക്കെ ആയിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. കഴിച്ചു പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇതാ ഐസ്ക്രീം സെക്ഷൻ. ഇവരൊന്നൊന്നല്ല കേട്ടോ, 2-3 ഐസ്ക്രീം ഫ്രീ ആയിട്ട് കിട്ടണോട്ടോ, അതൊന്നും അറിയില്ല. അങ്ങനെ ഇരുന്ന് കഴിക്കേണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, വേദുവിൻ്റെ തലയിൽ കല്ല് വീണതാണ്. സ്വന്തമായി അവൻ തലയിൽ കല്ല് എറിഞ്ഞു. എന്നിട്ടും അവ ഒരു കരച്ചിലോ പിഴിച്ചിലോ ഒന്നുമില്ല. അപ്പോൾ ഓക്കെയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവരിങ്ങനെ പറയുന്നു, ക്ഷണിക്കാൻ വരുമ്പോൾ നിങ്ങളല്ലേ ഉണ്ടായിരുന്നത് അങ്ങനെയൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. പെണ്ണും ചെക്കനും ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കരിമ്പ് ജ്യൂസ് ഞാൻ കുടിച്ചു. ഇവരൊക്കെ എന്തോ സർബത്തോ എന്തോ സോഡ സർബത്തോ അങ്ങനെ എന്തൊക്കെയോ കുടിച്ചു കേട്ടോ. മാങ്ങ കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഗൈസ്.